തിന്മയുടെ ശക്തികൾക്ക് നേരെ പ്രതിരോധമുയർത്തിയ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. LDF കഴക്കൂട്ടം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണയും കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് നിന്ന് ജനവിധി തേടുന്നത്. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിലുടനീളം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. തിന്മയുടെ ശക്തികൾക്ക് നേരെ പ്രതിരോധമുയർത്തിയ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. ഈ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നത് സഖാവ് കടകംപള്ളി സുരേന്ദ്രനാണ്. ഈ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തെളിമയുള്ള രാഷ്ട്രീയ പൈതൃകത്തിന്റെ ഉടമസ്ഥനാണ് സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ. ഒരുപാട് പരിശ്രമം നടത്തിയിട്ടുണ്ട് കടകംപള്ളിയുടെ മേലെ ചളിവാരി എറിയാൻ. കടകംപള്ളിയുടെ നേരെ ചളിവാരി എറിയുന്നത് എന്താണെന്നറിയോ? കടകംപള്ളി ഈ തിന്മയുടെ ശക്തികളുടെ മുന്നിൽ, അവർ ഈ രാജ്യത്ത് സ്വാധീനം ഉറപ്പിക്കുന്നതിന്റെ മുന്നിൽ പ്രതിരോധമുയർത്തുന്ന പോരാളിയാണ് എന്നുള്ളത് കൊണ്ടാണ് കടകംപള്ളിയുടെ നേരെ ഈ ചളി എറിയുന്നത്. കേരളത്തിൽ സംഘപരിവാർ വർഗീയ കലാപങ്ങൾ നിരന്തരം ഉണ്ടാക്കുകയാണ്. ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ വേർതിരിവ് സൃഷ്ടിക്കുന്നു. കോൺഗ്രസ് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും BJP അധികാരത്തിൽ വരാതിരിക്കാൻ VD സതീശന്റെ പാർട്ടിയെ പിന്തുണച്ചവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു നാട്ടില് ഒരു വൃത്തിക്ക് മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ? ഉണ്ടോ? ആ മതന്യൂനപക്ഷങ്ങൾക്ക് അവര് താമസിച്ചാൽ വീട്ടിന്റെ മേലെ കൂടെ ബുൾഡോസറാ പോവാ. ബുൾഡോസറേ ന്യൂനപക്ഷക്കാരുടെ വീടിന്റെ മേലെ ബുൾഡോസർ കൂട്ടി രസിക്കുക. വർഗീയ സംഘർഷങ്ങൾ, കലാപങ്ങൾ. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായും പിന്നീട് കഴക്കൂട്ടത്തിന്റെ MLA ആയും കഴിഞ്ഞ 10 വർഷം സമാനതകളില്ലാത്ത വികസന വഴിയിൽ കഴക്കൂട്ടത്തെ നയിച്ച കടകംപള്ളി ജയിച്ചു കയറുമെന്നും അതിന് സാക്ഷിയാണ് തടിച്ചുകൂടിയ ജനങ്ങളെന്നും A. വിജയരാഘവൻ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.